ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ക്യാരറ്റ് കൊണ്ടുള്ള ക്യാരറ്റ് ഗീറാണ്. ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ക്യാരറ്റ് കീർ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നല്ല ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് വേകാനും മാത്രം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.25 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത ക്യാരറ്റും കൂടി ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു 2 വിസിൽ വരുന്നത് വരെയും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 വിസിൽ മാത്രം വന്നാൽ മതിയാവും. എന്നാൽ ശരി, ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരട്ടെ. അത്രയും സമയം കൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ 2 വിസിലോളം വന്നിട്ടുണ്ട്. 2 വിസിലും വന്നതിന് ശേഷം ആ കംപ്ലീറ്റ് പ്രഷറും പോകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷർ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ക്യാരറ്റ് എല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം, ഒരു ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത്രയും തിളയ്ക്കുന്ന ഈ ചൂട് മാറിയിട്ട് നമുക്ക് ഇതിനുള്ളിൽ ഈ കംപ്ലീറ്റ് ഇതിനുള്ളിൽ ബാക്കി കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നാൽ ശരി, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് വരട്ടെ. നമ്മുടെ ക്യാരറ്റ് എല്ലാം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് എല്ലാം ഞാൻ നല്ല സൂപ്പറായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മാമ്പഴമൊക്കെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ എങ്ങനെയാണോ നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് പോലെ കിട്ടുന്നത്, ആ ഒരു രീതിയിലാണ് നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി തുടങ്ങണം. ഇനി വേണ്ടത് നമ്മളൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 750 ml പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ പാലൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് തുടങ്ങട്ടെ. ചെറിയ രീതിയിലൊന്ന് ചൂടായി തുടങ്ങിയാൽ മാത്രം മതിയാവും. നമ്മളിപ്പോൾ സാധാരണ ക്യാരറ്റ് വെച്ചിട്ട് ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കാറുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് സ്വീറ്റൊക്കെ തയ്യാറാക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലൊരു ക്യാരറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും, ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുമ്പോഴത്തേക്കും ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ക്യാരറ്റ് കഴിച്ചു പോകും. ഇപ്പോൾ നമ്മുടെ പാലെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല തിക്കായിട്ട് ഒരല്പം പോലും തരിയൊന്നും ഇല്ലാതെ നമ്മൾ ഈ മാമ്പഴത്തിൻ്റെ പേസ്റ്റൊക്കെ അരച്ചെടുക്കും പോലെയാണ് ഈ ക്യാരറ്റ് പേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി വേണ്ടത് ഈ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. തിളച്ചിട്ട് വരുന്നതെന്ന് തിളച്ച് പൊങ്ങി പോകരുത്, നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ ഈ പാലൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ പാലെല്ലാം ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ട് വരികയാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പാല് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടിയാണ്. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു 3/1 അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. ഇനിയിപ്പോൾ ഈ ഏലക്ക പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം ഒരു 3 ഏലക്ക നമ്മൾ ചെറുതായിട്ടൊന്ന് തല്ലി ചേർത്ത് കൊടുത്താലും മതിയാവും, അതായാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നട്ട്സാണ്. നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് ബദാം ചേർക്കുകയാണ്, അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി. അപ്പോൾ ഈ ഒരളവിലാണ് ചേർക്കുന്നത്. നമുക്ക് എത്രത്തോളം ഉണ്ടോ കയ്യിൽ അതിനനുസരിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും.
ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ആ 2 മിനിറ്റ് കൊണ്ട് വീണ്ടും ചെറിയ രീതിയിലൊന്ന് വറ്റി കിട്ടും. ഇതിപ്പോൾ നല്ല ജ്യൂസ് പോലെ ഇച്ചിരി കട്ടി കുറവായിട്ടാണ് ഉള്ളത്. നമുക്ക് ഇച്ചിരി നല്ല തിക്കായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് എത്രത്തോളം സമയം നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നോ അത്രയും ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടി ഇങ്ങനെ കുറുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ നല്ലൊരു ജ്യൂസ് പോലെ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ക്യാമറയിൽ കൂടി കാണുന്നത് പോലെയല്ല, കുറച്ചുകൂടി നല്ലൊരു ഓറഞ്ച് കളറിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ലൈറ്റായിട്ടാണ് നമുക്കിത് കാണുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ക്യാരറ്റ് ഗീറാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിക്കണം. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ റൂം ടെമ്പറേച്ചറിലൊന്ന് തണുപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും സൂപ്പറായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെയാണ് നമുക്കിത് കിട്ടുന്നത്. എന്നാൽ ശരി, ഞാനൊന്ന് റൂം ടെമ്പറേച്ചറിലൊന്ന് തണുപ്പിക്കാൻ വെക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.